Hello friends, welcome to TechPSC. So today we are starting the portions from the chemical engineering side. So അതിലെ വളരെ important ആയ ഒരു topic ആണ് chemical reaction engineering പറയുന്നത്. Okay, so in chemical reaction engineering we will be basically discussing about chemical reactions, the rate of reactions എത്ര സ്പീഡിൽ നടക്കുന്നു, and also the different type of reactors. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് എ സബ്ജക്ട് വിച്ച് ഇസ് വെരി സ്പെസിഫിക് ടു കെമിക്കൽ എഞ്ചിനീയറിംഗ്. സോ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ ഫോർ ദം വിൽ ബി ഡിസ്കസിംഗ് ഫ്രം ദ വെരി ബേസിക്സ്. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട്. സോ കെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗിലേക്ക് കടക്കും മുമ്പ് ലെറ്റ് us ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് എ റിയാക്ഷൻ. സോ നമ്മൾ ബേസിക് ആയി സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്നതാണ് ഈ കാര്യം. വാട്ട് ഈസ് എ റിയാക്ഷൻ, എന്താണ് റിയാക്ഷൻ എന്ന് പറയുന്നത്? We have chemical reactions, we have physical operations. For example, crushing, grinding, size reduction ഒക്കെ വെറും physical process ആണ്. But in a reaction, what is actually happening? One or two molecules or even one molecule can react and give another different substance. Okay, പുതിയൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ a chemical process in which substances act mutually on one another and are changed into different substances. For example, ഇവിടെ നമ്മൾ A plus B gives C. C ഒരു പുതിയ കോമ്പൗണ്ട് ആണ്. So then it becomes a chemical reaction. Or one substance changes into another substance. For example, A reacts to give B. അതും ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഓക്കെ, സോ ദാറ്റ് ഷുഡ് ബി എ ന്യൂ മോളിക്യൂളർ കോമ്പൗണ്ട് ബീങ് ഫോംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. സോ ഈ റിയാക്ട് ചെയ്യുന്ന ആറ്റംസ് അല്ലെ അല്ലെ മോളിക്യൂൾസിനെ നമ്മൾ റിയാക്ടൻസ് എന്നും റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്നതിന് നമ്മൾ പ്രൊഡക്ട്സ് എന്ന് വിളിക്കും. ഇതൊക്കെ വെരി എലിമെന്ററി ആയ കാര്യങ്ങളാണ്. യു വുഡ് ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ആൻഡ് യു മൈറ്റ് ബി നോയിങ് ദിസ്. ഓക്കെ, സോ നൗ ലെറ്റ് us have a look at some of the different types of reactions. സോ ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആണ്. സോ വാട്ട് ഈസ് ഡീകമ്പോസിഷൻ? ഡീകമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, സോ എ ബിഗ് മോളിക്യൂൾ ബ്രേക്സ് ഇൻ ടു സ്മോളർ മോളിക്യൂൾസ്. ഓക്കെ, ഒരു വലിയ കോമ്പൗണ്ട് ബ്രേക്ക് ആയി ചെറിയ മോളിക്യൂൾസ് ആയി മാറുന്നത് തന്നെയാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. For example, thermal decomposition of calcium carbonate. So calcium carbonation നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ it will break into calcium oxide and carbon dioxide. So this is a decomposition reaction. Then we have another type of reaction called as synthesis reaction. So എന്താണ് synthesis reaction? In synthesis reaction, smaller molecules combine to form a big molecule. Okay. So for example, carbon plus oxygen. നമ്മൾ സാധാ വിറകൊക്കെ കത്തിക്കുമ്പോൾ, okay, or in any combustion process, carbon reacts with oxygen to give carbon dioxide. Okay, so smaller molecules react ചെയ്തൊരു bigger molecule തരുന്നു. അതിനെ നമ്മൾ synthesis എന്ന് വിളിക്കും. Okay, next type of reaction we have is isomerization reaction. Isomerization നെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. So what is isomerization? It is basically the change in structure. Okay, same chemical ഫോർമുലയുള്ള ഒരു കോമ്പൗണ്ട് സ്ട്രക്ചറിൽ മാത്രം ചേഞ്ച് വരുന്നതിനെയാണ് നമ്മൾ ഐസോമറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ റിയാക്ഷൻ ഇൻ വിച്ച് ഓൺലി സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂൾ ചേഞ്ചസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒരു കേസ് എടുക്കാം. ഇവിടെ നമ്മുടെ കയ്യിൽ ബ്യൂട്ടേൻ ഉണ്ട്. ഓക്കെ, ആൽക്കൈൽ ഫാമിലിയിൽ ബ്യൂട്ടേൻ. ബ്യൂട്ടേൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാം, നമ്മൾ പ്ലസ് 1 പ്ലസ് 2 പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ബ്യൂട്ടേനിന് 4 കാർബൺ ആറ്റംസ് ഉണ്ടാവും അല്ലെ. 4 കാർബൺ ആറ്റംസ് ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 + 2 5 + 2 + 3 10 കാർബൺ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഓക്കെ, സോ 4 കാർബൺ, സോ C4H10 ആണ് ബ്യൂട്ടേൻ. When it undergoes isomerization, you can see that ഈ ഫോം ആയിരിക്കുന്ന കോമ്പൗണ്ടിന്റെ പേര് 2-methyl propene അല്ലെ. You can call it as isobutane. Okay, then isobutane എന്നും വിളിക്കാം. Okay, so now look at the structure. Just count the carbon atoms. 1, 2, 3.
4 carbon atoms. And how many hydrogen? 3 plus 3 plus 3 plus 1. Total again 10 hydrogen atoms. So ഇവിടെയും C4H10 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. Only changes in the structure. So ഈ type reaction നമ്മൾ isomerization reaction എന്ന് പറയും, where there is only change in structure. Okay. Now let us discuss about another topic which is very much closely linked with how reaction takes place. Okay, which is called as activation energy. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് E കൊണ്ടാണ്. ഓക്കെ, ഇനി അങ്ങോട്ട് Arrhenius equation ഒക്കെ പഠിക്കുമ്പോൾ ഈ E അവിടെ യൂസ് ചെയ്യും. ഓക്കെ, സോ ആക്ടിവേഷൻ എനർജി എന്താണ്? ഇത് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് when there are one or two molecules that have to react, so ഈ റിയാക്ഷൻസ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളിഷൻസിലൂടെ നടക്കുന്നു എന്നുള്ള എസംഷനിലാണ് ഈ ആക്ടിവേഷൻ എനർജിയുടെ കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, സോ സം മിനിമം എനർജി ഈസ് നീഡഡ് ബൈ ദ റിയാക്ടിംഗ് സ്പീഷീസ് ടു റിസൾട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കണ്ടെങ്കിൽ ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സ്പീഷീസ് ഓഫ് റിയാക്ടൻസിന് ഒരു മിനിമം എനർജി ഉണ്ടാവണം. ഓക്കെ, സോ ആ എനർജിയെ നമ്മൾ എന്ത് പറയുന്നു? ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നു. സോ ഇറ്റ് ഈസ് എ മിനിമം എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു റിയാക്ടൻസ് ടു റിസൾട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, സോ രണ്ട് മോളിക്യൂൾസ് വന്ന് കൊളൈഡ് ചെയ്യുന്നു വിചാരിക്കുക. ദേ ആർ കൊളൈഡിങ്. ഓക്കെ, ഫോർ them to combine and form a product, there should be minimum energy in that collision. ഓക്കെ, അതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദ ബാരിയർ എനർജി. അതായത് ആ ബാരിയർ താണ്ടിക്കഴിഞ്ഞാൽ മാത്രമേ പ്രൊഡക്റ്റ് ഫോർമേഷൻ നടക്കൂ. ഓക്കെ, ഈ ആക്ടിവേഷൻ എനർജിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ബെൽ ഷേപ്ഡ് കർവ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. സോ ഇൻ ദ y axis you have energy, x axis is not of any particular importance. So here you can see that ഇവിടെ reactant എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ സം എനർജി ലെവൽ. ജസ്റ്റ് കോൾ ഇറ്റ് E1. എനർജി ലെവലിലാണ് റിയാക്ടൻസ് ഉള്ളത്. So this reactant should gain some energy for the reaction to take place. So it goes through this path and it is supplied energy, and then only the reaction will take place here. So E energy, this is called as activation energy, the minimum energy that needs to be supplied to the reactants so that the reaction takes place. Okay, so ഈ എനർജി ഡിഫറൻസിനെയാണ്, അതായത് ആക്ടിവേറ്റഡ് സ്റ്റേറ്റ് എന്നാണ് ഈ സ്റ്റേറ്റിനെ നമ്മൾ പറയുക. റിയാക്ടൻസ് എനർജി അബ്സോർബ് ചെയ്ത് ആക്ടിവേറ്റഡ് സ്റ്റേറ്റിലെത്തി. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എനർജി ലെവൽ ഓഫ് ദ റിയാക്ടന്റ് ആൻഡ് ദ എനർജി ലെവൽ അറ്റ് ആക്ടിവേഷൻ, വേർ ഇറ്റ് ക്യാൻ കോസ് എ റിയാക്ഷൻ ഈസ് കോൾഡ് ആസ് ആക്ടിവേഷൻ എനർജി. ഓക്കെ, സോ ഈ കേസിൽ നമുക്ക് കാണാം പ്രൊഡക്ട്സിന്റെ ലെവല് ഇവിടെയാണ്. ഓക്കെ, ആഫ്റ്റർ ദ റിയാക്ഷൻ എന്തായി? എനർജി ലെവൽ താണു വന്നു. പ്രൊഡക്ട്സ് ആർ അറ്റ് lower level. Okay, so that we will discuss in the next portion. Okay, ഇവിടെ heat of reaction ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So basically ഇവിടെ മനസ്സിലാക്കേണ്ടത് ആക്ടിവേഷൻ എനർജി എന്താണെന്ന്. Okay, so it is a minimum energy we need to supply to the reactant so that there is a effective reaction. Now ഞാൻ പറഞ്ഞിരുന്നു ഹീറ്റ് ഓഫ് റിയാക്ഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലെ. സോ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു തെർമോഡൈനമിക് പ്രോപ്പർട്ടി ആണ്. തെർമോഡൈനമിക്സ് നമ്മുടെ സിലബസിൽ ഇല്ല. സോ യു ജസ്റ്റ് നീഡ് ടു നോ. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഡെൽറ്റ HR. ഓക്കെ, ഡെൽറ്റ ഈസ് ചേഞ്ച്. ഡെൽറ്റ T എന്നൊക്കെ നമ്മൾ പറയും. ഡെൽറ്റ ഈസ് ചേഞ്ച്. ചേഞ്ച് ഇൻ H ഈസ് എൻതാൽപി ഓർ ഹീറ്റ് ഓഫ് റിയാക്ഷൻ. എൻതാൽപി എന്ന് പറയുന്നത് എനർജി തന്നെയാണ്. ഓക്കെ, സോ ഡെൽറ്റ HR എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി also called as enthalpy of reaction. Okay, so it is the change in enthalpy or change in energy that is associated with the reaction. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ചില സമയത്ത് ചൂട് പുറത്തു വിടാം, അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാം. അങ്ങനെ എന്ത് ചേഞ്ച് ആണോ ഒരു റിയാക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അതിനെയാണ് നമ്മൾ enthalpy of a reaction അല്ലെ heat of a reaction എന്ന് പറയുന്നത്. Okay, so it is expressed as the amount per mole released or produced in a reaction. Okay, per mole basis ലാണ് ഇതിനെ represent ചെയ്യുന്നത്. Okay,
So ഇവിടെ നമ്മുടെ സെയിം ആക്ടിവേഷൻ എനർജിയിൽ നമ്മൾ കണ്ടിരിക്കുന്ന ബെൽ ഷേപ്ഡ് കർവ് ആണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു റിയാക്ടൻസിനെ റേസ് ചെയ്യാനുള്ള എനർജി റിക്വയർഡ് ടു റേസ് ദ എനർജിയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ ഫൈനൽ റിയാക്ഷൻ ഈ പാത്വേ കൂടെ ഫൈനൽ റിയാക്ഷൻ നടന്നപ്പോൾ products have reached a certain energy level. So ഇതിന് നമ്മൾ E1 ലെവലിൽ റിയാക്ടൻസ് ഉണ്ട്, E2 ലെവലിൽ products ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is delta HR? Delta HR is the difference. It is E1 minus E2. Okay, what is the difference എന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. ഓക്കെ, എന്ത് ഡിഫറൻസ് ആണ് അവിടെ എനർജി ലെവലിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഓക്കെ, സോ റിയാക്ടൻസും പ്രൊഡക്ട്സും തമ്മിലുള്ള energy difference will be the heat absorbed or liberated during the reaction. Okay, so അതിനെയാണ് നമ്മൾ heat of reaction എന്ന് പറയുന്നത്. Now, based on heat of reaction, we can classify reactions into two types. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, exothermic and endothermic reactions. So what are exothermic reactions? Exothermic reactions എന്ന് പറയുന്നത് ബേസിക്കലി ഏത് റിയാക്ഷനിലാണോ ഹീറ്റ് പുറത്തോട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും ഒരു ഫ്യൂവൽ കത്തിക്കുന്നു, നമുക്ക് ചൂട് പുറത്ത് കിട്ടുന്നുണ്ട് അല്ലെ, ദാറ്റ് ഈസ് എ സിമ്പിൾ എക്സാമ്പിൾ ഓഫ് exothermic reaction. So heat is liberated in a exothermic reaction. So അതിലെ heat of reaction എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, കാരണം ഹീറ്റ് ഉള്ളിലേക്ക് എടുക്കുന്നില്ല, പുറന്തള്ളപ്പെടുന്നതാണ്. അപ്പം ബേസിക്കലി അവർ കോമ്പൗണ്ട്സ് ആർ ലൂസിങ് ഹീറ്റ്. സോ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ചേഞ്ച് ഇൻ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻസ് വിച്ച് റിക്വയർ ഹീറ്റ് ടു ബി സപ്ലൈഡ് ഓർ വിച്ച് അബ്സോർബ് ഹീറ്റ്. അങ്ങനത്തെ റിയാക്ഷൻസിൽ ഡെൽറ്റ എച്ച് ആർ പോസിറ്റീവ് ആയിരിക്കും, ബിക്കോസ് വി ആർ ആഡിങ് ഹീറ്റ് ടു ദ system or to the compounds. Okay, so അതിനെയാണ് നമ്മൾ endothermic reactions എന്ന് പറയുന്നത്. Okay, if you look at the energy graph, same activation energy graph തന്നെയാണ്, you can see the difference. So ഇവിടെ reactants in energy level E1 ഇവിടെയാണ്. Okay, products in the energy level E2 താഴെയാണ്. Okay, so you can see that reactants have a higher energy and products have a lower energy level. So ഈ സിറ്റുവേഷനിൽ എന്താ സംഭവിച്ചിരിക്കേണ്ടത്, ഇവിടെയാണ് ഡെൽറ്റ എച്ച് ആർ വരുന്നത് അല്ലെ, ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ലെവൽസ്. സോ പ്രൊഡക്റ്റിൽ എനർജി കുറവാണ്, അതിന്റെ അർത്ഥം ഹീറ്റ് ഹാസ് ബീൻ ഗിവൺ ഔട്ട്. ഓക്കെ, ഹീറ്റ് ക്യാൻ ബി ഗിവൺ ഔട്ട് ഫ്രം ദ സിസ്റ്റം. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, ഇഫ് യു ലുക്ക് അറ്റ് ദ കേസ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്, റിയാക്ടൻസ് ആർ അറ്റ് എ ലോവർ എനർജി ലെവൽ and products are at a higher energy level. Okay, ഈ ഡിഫറൻസ് ഉണ്ടല്ലേ, രണ്ടിനും തമ്മിൽ ഇത് എവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഡിഫറൻസ് അതാണ് നമ്മുടെ ഡെൽറ്റ എച്ച് ആർ, ദാറ്റ് ഈസ് പോസിറ്റീവ്. ഓക്കെ, സോ ഹീറ്റ് ഹാസ് ടു ബി സപ്ലൈഡ് അല്ലെ, സിസ്റ്റം ഹീറ്റ് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, പുറന്തള്ളല്ല ചെയ്യുന്നത്. പ്രൊഡക്ട്സ് ആർ അറ്റ് ഹയർ എനർജി ലെവൽ. സോ ദിസ് ഈസ് എ എൻഡോതെർമിക് റിയാക്ഷൻ. ഓക്കെ, സോ E2 മൈനസ് E1 ആണ് എടുക്കുന്നത്. ഓക്കെ, sorry, previous slide ഞാൻ E1 minus E2 എന്ന് പറഞ്ഞു. Gap is same, but for getting the correct sign, I will take E2 minus E1. Okay, so energy of product minus reactant എടുക്കുക. ഇവിടെ product minus reactant എടുക്കുമ്പോൾ product is higher, you will get a positive value. ഇവിടെ product minus reactant എടുക്കുമ്പോൾ എന്താണ്, exothermic കേസിൽ product is at a lower level, so you will get a negative value or heat is liberated. Okay. Now let us have a look at different types of reactions based on another criteria, which is phase or physical state of reactants. Okay, physical state is solid, liquid, gas. There are other states of matter also, but we are not concerned about that. So solid, liquid, gas are basically we are interested in the phases, solid, liquid, and gaseous phase. So to find out if a reaction can be classified based on that, what we need to know the state of the reacting species. Okay, solid matra react cheyanengil we call it as a homogeneous, or liquid matra react cheyanengil otta state reaction. So homogeneous reactions nu paranjal a reaction mixture will be in a single phase
ഒരു ലിക്വിഡും ആയിരിക്കും, അല്ലെ ഗ്യാസും ആയിരിക്കും, അല്ലെ സോളിഡ് ആയിരിക്കും. So it is in a single phase reaction. So അതിനെയാണ് നമ്മൾ homogeneous reactions എന്ന് വിളിക്കുന്നത്. Now here you can see ammonia, the formation, the reaction ആണ്. നൈട്രജൻ എന്താണ്? ഗ്യാസ് ആണ്, നമുക്കറിയാം. റൂം ടെമ്പറേച്ചർ നൈട്രജൻ ഗ്യാസ് ആണ്. ഹൈഡ്രജനും ഗ്യാസ് ആണ്. So both gases, two gases are reacting to give you ammonia. So this is a single phase reaction. So this is a homogeneous reaction. Okay. Now heterogeneous reaction. In a heterogeneous reaction, it will contain multiple phases. Okay. ഒന്നിൽ കൂടുതൽ phases of matter ഉണ്ടാവും അതിൽ. For example, simple example ആണ് carbon plus oxygen. Carbon ഏത് phase state ലുള്ളത്? Solid state ലാണ്. Oxygen is a gas. Okay. So solid gas reaction ആണ്. And in this case, what will it become? It becomes heterogeneous reaction because ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇൻവോൾവ് ആണ്. ഓക്കെ. ഈവൻ കാറ്റലിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ടാവും. സോളിഡ് കാറ്റലിസ്റ്റുകൾ യൂസ് ചെയ്തിട്ട് പ്ലാറ്റിനം കാറ്റലിസ്റ്റ്, നിക്കൽ കാറ്റലിസ്റ്റ് എന്നൊക്കെ നമ്മൾ പല കാറ്റലിസ്റ്റും കേട്ടിട്ടുണ്ടാവും. അതൊക്കെ യൂസ് ചെയ്യുന്ന റിയാക്ഷൻസിലെല്ലാം ഹെറ്ററോജീനിയസ് ആയിരിക്കും. കാരണം കാറ്റലിസ്റ്റ് സോളിഡ് ആയിരിക്കും, യൂസ് ചെയ്യുന്ന റിയാക്ടൻസ് യൂഷ്വലി ഏതെങ്കിലുമൊക്കെ ഫ്ലൂയിഡ്സ് ആയിരിക്കും, ഒന്നിട്ട് ലിക്വിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ കാറ്റലിസ്റ്റ് സോളിഡ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന റിയാക്ഷൻസും heterogeneous ആയിരിക്കും. Now next concept. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. Then we will continue. So stoichiometry and mole balance, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. What is stoichiometry? So stoichiometry എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റിയാക്ഷനിൽ നടക്കുന്നതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ്, അല്ലെ ഏത് റേഷ്യോയിലാണ് റിയാക്ടൻസ് റിയാക്ട് ചെയ്യുന്നത്, എത്ര പ്രൊഡക്റ്റ് ആണ് ഫോം ചെയ്യുന്നതൊക്കെ നമ്മളൊരു ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു കോൺസെപ്റ്റിനെയാണ് ബേസിക്കലി സ്റ്റോയിച്ചിയോമെട്രി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് വേരിയസ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിന്ന് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് നൈട്രിക് ഓക്സൈഡ് NOയുടെ ഫോർമേഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്ന റിയാക്ഷൻ. അപ്പൊ നമുക്ക് NO എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അതിൽ N നൈട്രജൻ ഉണ്ട്, O ഓക്സിജൻ ഉണ്ട്. സോ നൈട്രജൻ മോളിക്യൂൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക, അല്ലെ? N2, O2, H2 അങ്ങനെ പല ഗ്യാസസും മോളിക്യൂൾസ് ആയിട്ട്, രണ്ട് ആറ്റംസ് ചേർന്ന് മോളിക്യൂൾ ആയിട്ടാണ് Cl2 എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വി നോ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം N2 and then N2 plus O2 ആണ് NO എന്ന് കിട്ടിയിരിക്കുന്നത്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദ റിയാക്ടന്റ് സൈഡ്, ഇവിടെ എത്ര നൈട്രജൻ ആറ്റംസ് ഉണ്ട്? 2 നൈട്രജൻ ആറ്റംസ്. ഹിയർ വി ഹാവ് ഓൺലി 1. ഓക്കെ, ഇവിടെ എത്ര ഓക്സിജൻ? 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്, ഇവിടെ ഒന്നേ ഉള്ളൂ. സോ ദിസ് റിയാക്ഷൻ ഈസ് നോട്ട് ബാലൻസ്ഡ്, അല്ലെ? ഈ റിയാക്ഷനെ നമ്മൾ ബാലൻസ് ചെയ്യണം. സോ ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, 1. ഒരു ഹാഫ് ഇട്ട് കൊടുത്താൽ ബാലൻസ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യരുത്. ഓക്കെ, what we can do, we can simply put a 2 here. Okay, so now N2, 2N, O2, 2O. This reaction has now become balanced. Okay, basically material balance ആണ്. ഇവിടെ we have balanced this. അപ്പോൾ നമുക്ക് ഇനി എന്ത് പറയാം? 1 molecule of nitrogen reacts with 1 molecule of oxygen to give 2 molecules of nitrogen. അതാണ് അതിന്റെ റിയാക്ഷന്റെ ബേസിക് സ്റ്റോയിച്ചിയോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ N2 plus O2 gives NO എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി ഗിവിംഗ് us the real quantitative relationship between the reactant and the product. Okay, so chemical reaction must be balanced. അപ്പോൾ മാത്രമേ നമുക്ക് സ്റ്റോയിച്ചിയോമെട്രി പറയാൻ പറ്റൂ, അപ്പോൾ മാത്രമേ നമുക്ക് മോൾ ബാലൻസ് പറയാൻ പറ്റൂ. ഓക്കെ, ഇപ്പൊ ഇതിനെ എങ്ങനെ പറയാം? മോളിക്യൂളിന്റെ ടേംസിൽ അല്ലാതെ പറയാം, 1 mole of nitrogen reacts with 1 mole of oxygen to give 2 moles of nitric oxide എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഈ സ്റ്റോയിച്ചിയോമെട്രിക്ക് വേണ്ടി നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്, ഇവിടെ 1 ഉണ്ട്, നമ്മൾ എഴുതുന്നില്ലാന്നേ ഉള്ളൂ. 1,
1 mole of nitrogen plus 1 mole of oxygen gives 2 moles of nitric oxide. So, these numbers are stoichiometric coefficients. So, a balanced reaction, we have molecule balance integers are basically stoichiometric coefficients. Okay. Now, let us discuss about molecularity of a reaction. So, what is molecularity? Activation energy that we assume that reaction takes place by the collision of molecules. Okay. So, one molecules our collide minimum energy in activation energy in reaction. Okay. It is a quite theoretical concept actually. The reactions actually pala stages but still molecularity okay. So it is basically the number of reacting molecules which collide simultaneously to bring about a reaction. Or a reaction നടക്കാൻ വേണ്ടി എത്ര molecules ആണ് വന്നിട്ട് collide ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ molecularity of a reaction എന്ന് പറയും. So based on that we can classify the reactions into 3 types. First is unimolecular reaction. Adinte case anganeyana, this is the example. A gives products. Otta molecule aanu adil involved aayirikkunnathu. Okay, so it is a unimolecular reaction. Next case endana bimolecular reaction. A plus B gives products. Allengil രണ്ട് molecule of A react ചെയ്തിട്ട് ഒരു product തരുന്നു. Okay, so there is only collision between two molecules of two atoms. So the molecularity becomes 2, which is called as a bimolecular reaction. A trimolecular reaction under. So you know it will involve 3. So it can be A plus B plus C giving product. Okay. So you would have our case on. Okay. So you would have, there is a small mistake. Let me correct this. So this can be even A plus B plus B giving product and the molecule or it can even be A plus A. Mono molecule A react product. No, sorry for the mistake. Okay. So so maximum molecularity, maximum collision one molecule molecule and they have to collide somewhere, right? So effective collision is more than a rare case. 3 molecularity reactions and rare cases. So molecularity okay. Now let us understand something about how reaction takes place. Elementary reaction, complex reaction okay. So, molecularity molecules collide with reaction concept. Okay. So, elementary reaction. Okay. So, molecules react our collide what step our product we call it as a elementary reaction. Okay. So, elementary reaction what step a single step reaction with a single transition state and no intermediates. For example, case A plus B plus C gives D and reaction. Okay, one molecule okay, this is A, this is B, and this is C. Effective I collide molecularity is 3. You are getting a product D in one single shot. Then it is a elementary reaction. Okay, but let us now look at what is a complex reaction. For a complex reaction, it comprises of many elementary steps. More than one elementary step. Onnil koodal collisions undavam, complex formation undavam, intermediate products undavam. Okay, so this mele paranja A plus B plus C thanne namakku complex step ilum nokkam. For example, A plus B react
ഒരു AB എന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി വിചാരിക്കും. ഓക്കെ, സോ A is coming and it is colliding with B. This is A, this is B. ഇതൊരു ബൈമോളിക്കുലർ റിയാക്ഷൻ ആയിട്ട് AB എന്നൊരു പ്രൊഡക്റ്റ് ഫോം ചെയ്തു എന്ന് വിചാരിക്കും. Now AB reacts with, sorry, just a second. Yeah, now AB reacts with C to give D. Okay, now ഈ എയും ബിയും കമ്പൈൻ ചെയ്ത AB എന്ന് പറയുന്ന മോളിക്യൂളും സിയും കൂടി കൊളൈഡ് ചെയ്ത് അഗെയിൻ ഒരു ബൈമോളിക്കുലർ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് ഡി എന്ന പ്രൊഡക്റ്റ് രണ്ട് എലിമെന്ററി സ്റ്റെപ്പിലാണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ വി കോൾ ദിസ് ആസ് എ കോംപ്ലക്സ് റിയാക്ഷൻ. ഓക്കെ, ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകളിൽ നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചില കേസസിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഒറ്റ റിയാക്ടന്റേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന കേസസിൽ പോലും there can be intermediate stages of complex reactions ഉണ്ടാവാം. Okay, just because one molecule is decomposing or reacting, it doesn't mean that it is an elementary reaction. Okay, പല റിയാക്ഷൻസും സ്റ്റേജ് ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, now let us discuss about something more deeper into the subjects of chemical reaction engineering. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. സോ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ടൈം. ഒരു റിയാക്ഷൻ എത്ര സ്പീഡിൽ നടക്കുന്നു എന്നതിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ബേസിക്കലി റേറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി ദ സ്പീഡ് അറ്റ് വിച്ച് എ കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ്സ്. ഓക്കെ, അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എങ്ങനെയാണ്, കോൺസെൻട്രേഷനിലുള്ള ചേഞ്ച് ആണ്. അതിപ്പം പ്രൊഡക്റ്റ് സൈഡിലുള്ള കോൺസെൻട്രേഷനിലുള്ള ചേഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ റിയാക്റ്റഡ് സൈഡിലുള്ള ചേഞ്ച് ആയിരിക്കാം. ഓക്കെ, സോ ലെറ്റ് us have a look at a basic reaction. A gives B എന്ന റിയാക്ഷൻ നോക്കും. അപ്പം സമയം കഴിയുന്ന റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, A B ആവാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ വിത്ത് ടൈം? The concentration of A will decrease. The quantity of A will decrease and A, B I convert ആകുമ്പോൾ the amount of B will increase, right? So the rate of disappearance of A എന്നാണ് നമ്മൾ പറയുക, അല്ലെ? അത് റിയാക്ട് ചെയ്ത് പോവുകയാണ്. So the rate of disappearance of A, rate of reaction ആണ്. The rate of appearance of B എന്താണ്? Rate of reaction ആണ്. Okay, so rate of reaction basically എന്നും ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എ ടൈം പീരീഡ് ഡെൽറ്റ ടി ആണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഡിഫറൻഷ്യൽ ടേമിൽ dCA/dt എന്നും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഒരു മൈനസ് സൈൻ വരും. എ റിയാക്ടന്റ് ആണ്, ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ആണ്. എ കുറഞ്ഞു വരികയാണ്, അതിന്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ്, അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ മൈനസ് സൈൻ എടുക്കുന്നത്. ഓക്കെ, സോ പലപ്പോഴും റേറ്റ് എക്സ്പ്രഷൻ്റെ അകത്ത് നമ്മൾ റേറ്റിനെ എക്സ്പ്രഷൻ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -RA എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ മൈനസ് സൈൻ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഈസ് ഡിസപ്പിയറിങ്, അതുകൊണ്ടാണ് മൈനസ് സൈൻ വരുന്നത്. അതുകൊണ്ടാണ് ഈ ഡിഫറൻഷ്യലിലും മൈനസ് സൈൻ എടുക്കുന്നത്. ഓക്കെ, ഇവക്കൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത്. ഓക്കെ, എനിവേ, സോ ഇറ്റ് ഈസ് ബേസിക്കലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. ഓക്കെ, കോൺസെൻട്രേഷനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ രണ്ട് വഴികളുണ്ട്. So here if you see, you can see that CA എന്ന് പറയുന്നത് എയുടെ കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ടേം ആണ്. ഓർ എൽസ് യു ക്യാൻ യൂസ് സ്ക്വയർ ബ്രാക്കറ്റ്. സ്ക്വയർ ബ്രാക്കറ്റ്സിലും എ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദ സെയിം, ഇറ്റ് മീൻസ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ. ഓക്കെ, so rate of a reaction is basically the speed at which a chemical reaction proceeds. It can be defined in terms of disappearance of the reactant or appearance of the product. Okay, ഇനി നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷനും സ്റ്റോഷിയോമെട്രിയും തമ്മിലൊരു ബന്ധമുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത കേസിലുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് A gives B എന്നൊരു സിമ്പിൾ റിയാക്ഷൻ, 1 molecule of A gives 1 molecule of B എന്നൊരു റിയാക്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, now if we take a stoichiometrically complicated reaction, for example, ഇവിടെ കണ്ടില്ലേ,
A small a എന്ന് പറയുന്നത് stoichiometric coefficient ആണ്. Okay, number of molecules അല്ലെ number of moles കാണിക്കുകയാണ്. So A molecules of A plus B molecules of B gives C molecules of C and D molecules of D. So ഇവിടെ A small a, B, C, D എന്താണ്? Stoichiometric coefficients ആണ്. Okay, coefficients. Stoichiometric coefficients ആണ്. So ഇവിടെ റേറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് മുമ്പേ എഴുതിയതുപോലെ പറഞ്ഞിരുന്നു ഇവിടെ എന്താ dCA by dt എന്ന് നമ്മൾ എഴുതി അല്ലേ? Or this is as same as the concentration of A by dt. dCA തന്നെയാണ്. CA എന്താണ്? നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ബോത്ത് ആർ വൺ ആൻഡ് ദ സെയിം. സോ ഇവിടെ കണ്ടില്ലേ, റേറ്റ് എഴുതുമ്പോൾ നമുക്ക് we cannot we cannot just write dCA by dt because there is a stoichiometric coefficient here. So we have to write minus dCA by dt then divided by A, divided by the stoichiometric coefficient, or 1 by A into minus dCA by dt എന്നാണ് എഴുതുന്നത്. ഓക്കെ, 1 by A into dCA by dt is equal to, നെക്സ്റ്റ് റിയാക്ടറിന്റെ കേസിലാണെങ്കിലോ minus dCA by dt into 1 by B വരും. പ്രൊഡക്റ്റിന്റെ കേസിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ വരില്ല. സോ ഇറ്റ് വിൽ ബി 1 by C into dC by dt, and the next product again that is appearance, so negative sign varilla. So 1 by D into dCd by dt, അല്ലെ concentration of D by dt ആണ്, rate of change of concentration. എന്തുകൊണ്ടാണ് ഈ സ്റ്റോയിchiometric ടേംസ് നമ്മൾ റേറ്റ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കണ്ടില്ലേ എഴുതി ഈ മോളിക്യൂൾസ്, ഇത്ര എമൗണ്ട് ഓഫ് മോളിക്യൂൾസ് ആണ് ഓരോ കേസിലും റിയാക്ട് ചെയ്യുന്നത്. സോ ആ സ്റ്റോയിchiometric കോഎഫിഷ്യൻസിനെയും കൂടി നമ്മൾ റേറ്റ് എക്സ്പ്രഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, not just the concentration terms. So ഒരു complicated reaction വരുമ്പോൾ where stoichiometry is complicated, the rate has to be written like this. Okay, so അത് മനസ്സിലാക്കി വെക്കുക. ഇതിന് വലിയൊരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ആക്ച്വൽ റേറ്റ് എക്സ്പ്രഷനെ പറ്റി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. Now here there is a very simple problem wherein we can apply the principles of stoichiometry to solve this. Okay, stoichiometry യുടെ ബേസിസിലുള്ള അല്ലെ മോൾ ബാലൻസിന്റെ ബേസിസിലുള്ള ഒരു സിമ്പിൾ പ്രോബ്ലം നമുക്ക് നോക്കാം. So here it is basically the oxidation of ammonia. Okay, so now 4 ammonia molecules react with 3 oxygen molecules to give 2 nitrogen molecules and 6 molecules of water. ഈ റിയാക്ഷൻ ബാലൻസ്ഡ് ആണോ എന്നൊന്ന് നോക്കാം നമുക്ക്. ഓക്കെ, just see 4 nitrogen, 2 into 2 4 nitrogen is balanced. Hydrogen 4 3 4 into 3 12, here 6 into 2 12, it is balanced. And oxygen 3 into 2 6, and here 6 oxygen is present. Okay, so it is a balanced reaction. Reaction തന്നിരിക്കുന്നത് നമുക്ക് balanced reaction ആണ്. So we can apply stoichiometric principles. So question the back end, it was found that the rate of formation of nitrogen was 0.27 mole per liter per second. Okay, volume basis ലാണ് പറഞ്ഞിരിക്കുന്നത്. Okay, അതുകൊണ്ടാണ് mole per liter second എന്ന് വന്നിരിക്കുന്നത്. Okay, so rate of formation of nitrogen, ഈ നൈട്രജൻ ഉണ്ടാവുന്ന റേറ്റ് എന്താണത്? dCN2 by dt അല്ലെ? റേറ്റ് ഓഫ് ഫോർമേഷൻ എന്നാണ്, പ്ലസ് സൈൻ ആണ്, മൈനസ് അല്ല. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് നൈട്രജൻ എന്താ? 0.27 mole per liter per second. ഓക്കെ, at what rate was water being formed എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നൈട്രജൻ ഉണ്ടായിരിക്കുന്നത് ഈ റേറ്റിലാണെങ്കിൽ, ഓക്കെ, ഓക്സിജൻ ഉണ്ടായിരിക്കുന്നത് ഏത് റേറ്റിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഫ്രം ദ സ്റ്റോയിchiometric പ്രിൻസിപ്പിൾസ് നമുക്കറിയാം ഇവിടെ ഒരു we have to look at the number of molecules, അല്ലെ?
ഇവിടെ നമുക്ക് 4 അമോണിയ മോളിക്യൂൾ റിയാക്ട് ചെയ്യുന്നു, 3 ഓക്സിജൻ മോളിക്യൂളിന്റെ കൂടെ. അപ്പൊ എന്തൊക്കെ ഉണ്ടാവുന്നു? 2 നൈട്രജൻ മോളിക്യൂളും 6 വാട്ടർ മോളിക്യൂളും ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്നത് നൈട്രജന്റെ കേസാണ്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ടർ. സോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റേറ്റ് എന്ന് പറയുന്നത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് വെച്ച് എഴുതുകയാണെങ്കിൽ റിയാക്ടന്റ് സൈഡ് ആണെങ്കിൽ മൈനസ് എ ഡി എ ബൈ ഡി ടി എന്ന് എഴുതണമായിരുന്നു അല്ലെ, റിയാക്ടന്റ് സൈഡ് ആണെങ്കിൽ അല്ലെ. പ്രൊഡക്റ്റ് ആണെങ്കിലോ, പ്രൊഡക്റ്റ് ആണെങ്കിൽ യു കൻ റൈറ്റ് 1 ബൈ സി ഡി സി ബൈ ഡി ടി. നമ്മൾ നേരത്തെ എഴുതിയ കേസാണ്. നോക്കിയേ, ഇവിടെ കണ്ടില്ലേ, these two are the reactants and these two are the products. കാരണം റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ആണ് റിയാക്ടന്റ്. പ്രൊഡക്റ്റിനാണെങ്കിൽ നമ്മൾ മൈനസ് സൈൻ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, നൗ ഇൻ ദ സെയിം വേ വി ക്യാൻ കമ്പയർ ദ റേറ്റ് ഓഫ് ദീസ് ടു. ഓക്കെ, സോ ഇവിടെ ബാലൻസ്ഡ് റിയാക്ഷൻ ആണ്. നമുക്ക് നൈട്രജന്റെയും വാട്ടറിന്റെയും കേസ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? റേറ്റ് is equal to, what is the stoichiometric coefficient? 2. So 1 by 2 d concentration of nitrogen by dt is equal to water and the 6. So 1 by 6 d concentration of water by dt and it. Right? So these two are equal എന്ന് നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചു അല്ലെ, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉപയോഗിച്ചിട്ട് റേറ്റ് എങ്ങനെ എഴുതാമെന്ന്. Now if these two are equal, what is given in the question? It is given that the rate of formation of nitrogen was 0.27 mole per liter second. Okay, so by using the stoichiometry of the equation നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാം. Right, and now take this 6 to this side, cross multiply you. So you will get 6 by 2 d and 2 by dt is equal to d H2o by dt. Okay, so nitrogen ഉണ്ടാവുന്ന റേറ്റിന്റെ 6 by 2 ടൈംസ് ആണ് എന്ത്? വാട്ടർ ഉണ്ടാവുന്ന റേറ്റ്. റൈറ്റ്, 6 by 2 എത്രയാണ്? 3 ആണ്. റൈറ്റ്, this is 3. So 3 times. So from stoichiometry നമുക്ക് എന്ത് മനസ്സിലായി? Rate of formation of water is 6 by 2 times that of formation of nitrogen. So നമ്മൾ ആകെ എന്ത് ചെയ്താൽ മതി? So the rate of formation of water is equal to 3 into rate of formation of nitrogen. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 0.27 mole per liter second. So 3 into 0.27 mole per liter second, you will get the answer as 0.8 mole per liter second, which is the rate of formation of water. Okay, I hope എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് മോൾ ബാലൻസ് വെച്ചിട്ട് റേറ്റ് എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നൗ റേറ്റ് എക്സ്പ്രഷൻ എന്ന് ഞാൻ പറഞ്ഞു പോയി. ഓക്കെ, സോ റേറ്റിന് പലതരം എക്സ്പ്രഷൻസ് ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ അല്ലെ റേറ്റ് ലോ അല്ലെ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ റേറ്റ് എക്സ്പ്രഷൻ, റേറ്റ് ലോ, റേറ്റ് ഇക്വേഷൻ എല്ലാം ഒരേ കാര്യമാണ്. ഓക്കെ, എന്താണ് ഈ റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? സോ റേറ്റ് എക്സ്പ്രഷൻ ഈസ് ആൻ എക്സ്പ്രഷൻ, ഒരു ന്യൂമറിക്കൽ ഇക്വേഷൻ ആണ് that provides a relation between the rate of a reaction, and the rate of the reaction എന്ന് പറയുന്നത് speed of the reaction, and the concentration of the reactants participating in it. So ഒരു റിയാക്ഷനിൽ കുറെ റിയാക്ടൻസ് ഉണ്ട്. ആ റിയാക്ടൻസിലെ കോൺസെൻട്രേഷനിലുള്ള മാറ്റങ്ങൾ എങ്ങനെ നമ്മുടെ റിയാക്ഷൻ റേറ്റിനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ന്യൂമറിക്കലി മനസ്സിലാക്കി തരുന്ന ഒരു എക്സ്പ്രഷൻ ആണ്, ഒരു ഇക്വേഷൻ ആണ് റേറ്റ് എക്സ്പ്രഷൻ അല്ലെ റേറ്റ് ലോ അല്ലെ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്കൊരു റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കൂ. എ ഗിവ്സ് എ മോളിക്യൂൾസ് ഓഫ് എ റിയാക്ട്സ് ടു ഗിവ് ബി മോളിക്യൂൾസ് ഓഫ് ബി. ഈ എയും ബിയും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്സ് ആണ്. പക്ഷെ ഒരു റേറ്റ് എക്സ്പ്രഷന്റെ കേസ് വരുമ്പോൾ നമ്മൾ മുമ്പേ കാൽക്കുലേറ്റ് ചെയ്ത പോലെയല്ല. ഇൻ എ റേറ്റ് എക്സ്പ്രഷൻ വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദിസ്. വി ആർ കൺസേൺഡ് അബൌട്ട് ഹൗ ദ കോൺസെൻട്രേഷൻ ഈസ് വേരിയിങ്, or the variation in concentration is varying the rate of the reaction. Okay, so അവിടെ നമ്മൾ
പുതിയൊരു ടേം കൊണ്ടുവരും. ബിക്കോസ് വി ആർ ലുക്കിംഗ് ഫോർ എ പ്രൊപ്പോർഷണാലിറ്റി. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ റേറ്റിനെ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ചിലപ്പം ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, സേ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? If I plot, this is concentration and this is the rate, then it will be a linear relationship, like proportional relationship. But this can be a maybe proportional to a square agam, or a raised to 3 agam, or a raised to half agam. It can be anything. The variation can be in any way. Okay, so that's why I have put this x here. Okay, e x ആണ് നമ്മൾ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു കോൺസെൻട്രേഷൻ ടേം എത്ര പവറിലോട്ട് റേസ് ചെയ്യുമ്പോഴാണ് നമുക്കത് പ്രൊപ്പോർഷണൽ ടു റേറ്റ് അല്ല റേറ്റുമായിട്ട് ഒരു അസോസിയേഷൻ നമുക്ക് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ ആക്ച്വലി ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് റിയാക്ടന്റ്. ഓക്കെ, സോ എക്സ് ഈസ് കോൾഡ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ. ഓക്കെ, മൊത്തം റിയാക്ഷന്റെ അല്ല, വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പർട്ടിക്കുലർ റിയാക്ടന്റ്. ഓക്കെ, സോ ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്. പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷൻ ഫോമിലാക്കാൻ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആൻഡ് വിച്ച് ഈസ് കെ. ആൻഡ് ദിസ് കെ ഈസ് കോൾഡ് ആസ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ. ഈ കേസിൽ ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ rate constant of the reaction, and x is the power to which the concentration term is raised in the rate expression or rate equation is called as the order of reaction. ഓക്കെ, ഇതിന്റെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയ കേസ് നമുക്ക് നെക്സ്റ്റ് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് എന്താണെന്ന് പഠിച്ചു, റേറ്റ് എക്സ്പ്രഷന്റെ സിംപ്ലസ്റ്റ് ഫോം പഠിച്ചു. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ദർ ഇസ് എ മൈനസ് സൈൻ. ഒരു മൈനസ് സൈൻ ഉണ്ട് അല്ലെ? റിയാക്ടന്റിന്റെ അതായത് കൊണ്ടാണ് റേറ്റ് മൈനസ് വരുന്നത്. ബിക്കോസ് ഞാൻ പറഞ്ഞു dCA/dt എഴുതുമ്പോൾ അവിടെ മൈനസ് ഉണ്ടാവും. കാരണം reactant is disappearing, concentration is decreasing with time. Okay, now let us look at a little bit more complicated reaction. Okay, രണ്ട് molecules react ചെയ്യുന്ന ഒരു reaction നമുക്ക് എടുക്കാം. So A moles of A plus B moles of B gives C moles of C and D moles of D. Okay, ഞാൻ പറഞ്ഞിരുന്നു order is not related to the stoichiometry. Okay, order എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റലി നമ്മൾ കണ്ടെത്തുന്നതാണ്. ഓക്കെ, തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് അല്ല. ഓർഡർ നമ്മൾ എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്യണം. ഒരു മോളിക്യൂളിന്റെ കോൺസെൻട്രേഷൻ വേരി ചെയ്യുമ്പോൾ എങ്ങനെ റേറ്റ് മാറുന്നു എന്നൊക്കെ ഉള്ളത് എക്സ്പെരിമെന്റലി ചെയ്യുന്നതാണ്. സ്റ്റോയിച്ചോമെട്രി ഒരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ്. ഓക്കെ, സോ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റേറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ വിത്ത് സം വാല്യൂ ഓഫ് എക്സ്. Okay, that can be a fraction, that can be 1, that can be a whole number, that can be anything. Even negative order. Okay. Now, next reactant, okay, reactant B, say that value of order B, Y. That value I get. Okay. So, X is now what is it? X with respect to A and the reaction. X is the order of the reaction with respect to A. And Y is the order of the reaction with respect to B. Okay, അങ്ങനെ ഓരോ റിയാക്ടന്റിനും ഓരോ ഡിഫറെന്റ് ഓർഡർ ഉണ്ടാവും. But order of the overall reaction is what? Order of the overall reaction is X plus Y. Okay, it is the sum of the individual orders. Okay, or it is the sum of the powers of the concentration terms in a rate expression. അപ്പൊ ഇവിടെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി എടുത്തു. A is proportional to A raised to X ഉം rate is proportional to B raised to Y. So proportionality രണ്ടെണ്ണത്തും proportionality വന്നു. Then we can write rate, ഇവിടെ A വരില്ല കേട്ടോ, മൈനസ് R ഓവറോൾ ആണ്, is equal to again നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് ആയ K ഇൻട്രൊഡ്യൂസ് ചെയ്തു and A raised to X, B raised to Y. So now A സംബന്ധിക്കുള്ള റിയാക്ഷന്റെ ഓർഡർ X ആണ്, B സംബന്ധിക്കുള്ള റിയാക്ഷൻ ഓർഡർ Y ആണ്. Total order of the reaction is X plus Y. So it is the sum of the powers to which the concentration terms are raised in a rate expression. Concentration terms എന്താണ്? E square bracketലുള്ള A square bracketലുള്ള B. This is same as what? dCA/dt. Okay. So order എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കും. Okay.
So the reaction order is actually the relationship between the concentration of the species and the rate of a reaction. നമ്മൾ ആദ്യം പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ഏത് ഓർഡറിൽ കൊടുക്കുമ്പോഴാണ് കിട്ടുന്നതെന്ന് എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മൾ മുമ്പേ നമ്മൾ മോളിക്കുലാരിറ്റി പറഞ്ഞു, റൈറ്റ്? യൂണിമോളിക്കുലർ, ബൈമോളിക്കുലർ, കൊളിഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു, കൊളിഷൻ ഓഫ് മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞിരുന്നു. സോ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഞാൻ അന്നേരം പറഞ്ഞത് ഇറ്റ് ഈസ് ബേസിക്കലി തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. ഓക്കെ. റിയാക്ഷൻസ് നടക്കുന്നത് ആക്ച്വലി അങ്ങനെയല്ല, പല സ്റ്റേജസും ആയിട്ടാണ്. സോ മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ, വാട്ട് ഈസ് ദ ഡിഫറൻസ്? ലെറ്റ് us see. Okay, so molecularity എന്താ? It is the number of reacting species undergoing simultaneous collisions. അല്ലെ? പല മോളിക്യൂൾസും വന്ന് കൊളൈഡ് ചെയ്തിട്ട് എത്ര മോളിക്യൂൾസ് ആണ് ഒരു ടൈമിൽ കൊളൈഡ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞത് മാക്സിമം 3 അല്ല പറ്റും, അതിന് മേലെ എഫക്റ്റീവ് കൊളിഷൻ ഉണ്ടാവില്ല. ഓർഡർ എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. Okay. Now molecularity is a theoretical concept. Order is experimentally determined. Experiment ചെയ്തിട്ട് കോൺസെൻട്രേഷൻ അനുസരിച്ച് റേറ്റിലുള്ള വേരിയേഷൻ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഓർഡർ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ. മോളിക്കുലാരിറ്റി ക്യാൻ ഹാവ് ഓൺലി എ ഇൻഡിവിജ്വൽ വാല്യൂ 1, 2, 3 അത്രേ പറ്റും. ബട്ട് ഓർഡർ എന്താവാം? ഹാഫ് ആവാം, 1/3 ആവാം. ഇറ്റ് ക്യാൻ ഹാവ് എനി വാല്യൂസ്. ഓക്കെ. മോളിക്കുലാരിറ്റി 0 ആവാൻ പറ്റില്ല. ഒരു മോളിക്യൂളും കൊളൈഡ് ചെയ്തില്ല പിന്നെ റിയാക്ഷൻ നടക്കില്ലല്ലോ. ബട്ട് ഓർഡർ 0 ആവാം. യു വിൽ സീ ദാറ്റ് കേസ്. Okay, order can even be 0. Okay. Now, it provides no information about reaction mechanism. Reaction എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒന്നും ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. ഇറ്റ് ഈസ് ബേസിക്കലി എ തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ആണ് മോളിക്കുലാരിറ്റി. ഓക്കെ. വേറസ് ഓർഡർ ആണ് നമ്മൾ എല്ലാ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഓർഡർ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വിച്ച് സ്റ്റെപ്പ് ഈസ് ദ സ്ലോവസ്റ്റ്, ഏത് റിയാക്ഷൻ സ്റ്റെപ്പ് ആണ് സ്ലോ ആയിട്ട് നടക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക്, ആൻഡ് ഹൗ വിച്ച് റിയാക്ടന്റ് ഈസ് എ റിയാക്ഷൻ റേറ്റ് മോർ ഡിപ്പെൻഡന്റ് അപ്പോൺ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. Now let us look at some of the common ആയിട്ടുള്ള റിയാക്ഷന്റെ ഓർഡർ ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. സീറോ ഓർഡർ റിയാക്ഷൻ. ഓക്കെ. പറഞ്ഞിരുന്നു ഓർഡർ എന്ന് പറയുന്നത് 0 ആവാം. Right. How can there be a zero order reaction? Basically, zero order എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? If you look at the rate expression, ഞാൻ പറഞ്ഞിരുന്നു rate minus dA, square brackets വേണം. Okay, dA by dt. So it is K. Constant നമ്മൾ introduce ചെയ്തു. A raised to 0 ആണ്. 0 അല്ലേ വരിക, അല്ലേ? The power to which the concentration term is raised. അത് 0 ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? Anything x raised to 0 എന്താണ്? Is equal to 1. So K മാത്രമേ ബാക്കിയുണ്ടാവും, അല്ലേ? That means that the concentration of this particular reactant is not having any significant effect on the reaction rate. Okay. അങ്ങനെ ഒരു റിയാക്ഷൻ സംഭവിക്കാം. അതിന്റെ കേസസ് നമുക്ക് നോക്കാം. Okay. So a zero order indicates that the concentration of the species does not affect the rate of a reaction. So അവിടെ റിയാക്ടന്റ് കോൺസെൻട്രേഷന് നമ്മുടെ റിയാക്ഷന്റെ സ്പീഡിന്റെ മുകളിൽ എഫക്റ്റ് ഇല്ല. അതിനെയാണ് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ അങ്ങനത്തെ ഒരു കേസിൽ റേറ്റ് വിൽ ബി ഡയറക്ട്ലി ഈക്വൽ ടു ദ റേറ്റ് കോൺസ്റ്റന്റ്. ഓക്കെ. സോ എന്താണ് അതിനുള്ള എക്സാമ്പിൾസ്? അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് കാറ്റലിറ്റിക് റിയാക്ഷൻസ് വിത്ത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഓക്കെ. കാറ്റലിറ്റിക് റിയാക്ഷൻസ്, കാറ്റലിസ്റ്റിനെ പറ്റി നമ്മൾ ഫർദർ മെൻഷൻ ചെയ്യും. ബട്ട് ലെറ്റ് മീ ജസ്റ്റ് ടെൽ യു. ഇപ്പം ഒരു സോളിഡ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇപ്പം നമ്മുടെ ഹൈഡ്രോജനേഷൻ ഒക്കെ പോലെ ഡാൽഡയൊക്കെ ഉണ്ടാക്കുന്നത് അത് വെജിറ്റബിൾ ഓയിലും ഹൈഡ്രജൻ റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഡാൽഡ അല്ലെ വനസ്പതിയുടെ ഫോർമേഷൻ. സോ അതിൽ നിക്കൽ അല്ലെ അയൺ പോലത്തെ കാറ്റലിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ അതിലൊക്കെ വെൻ യു ഹാവ് എ സോളിഡ് കാറ്റലിസ്റ്റ്, ഇതൊരു കാറ്റലിസ്റ്റ് പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ. ഈ കാറ്റലിസ്റ്റ് പാർട്ടിക്കിളിന്റെ സർഫസിലേക്ക് ഒരു കോമ്പൗണ്ട് വന്ന് അത് അറ്റാച്ച് ചെയ്യും. another compound has to attach. Okay. So ആ അറ്റാച്ച് ചെയ്യുന്ന സൈറ്റ്സിനെ നമ്മൾ ആക്റ്റീവ് സൈറ്റ്സ് എന്ന് പറയും. Okay. So when they attach, then they will react to give C എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് തരുമെന്ന് വിചാരിച്ചു. Okay. So now if the concentration of A and B are high,
എ ആൻഡ് ബി ഇവിടെ ചുറ്റും കുറെ എയും ബിയും ഉണ്ട് എന്ന് വിചാരിച്ചു. ഓക്കെ, കുറെ എ ഉണ്ട്, കുറെ ബി ഇവിടെ ചുറ്റുമുണ്ട്. സോ ബേസിക്കലി റിയാക്ഷന്റെ സ്പീഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന എ ആൻഡ് ബിന്റെ കോൺസെൻട്രേഷൻ അല്ല, ഈ എത്ര ആക്റ്റീവ് സൈറ്റ്സ് ഇവിടെ ഉണ്ട്, ഈ എക്കും ബിക്കും വന്ന് അറ്റാച്ച് ചെയ്യാൻ എത്ര ഏരിയ അവിടെ ഉണ്ട്, അവിടെ അതൊക്കെയാണ് ഇവിടെ റേറ്റിനെ ബാധിക്കുന്ന വിഷയങ്ങളായിട്ട് വരുന്നത്. സോ ഇൻ എ കാറ്റലിറ്റിക് റിയാക്ഷൻ വിത്ത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, concentration dependency will be 0. Okay, concentration terms in the മുകളിലല്ല reaction rate basically depend here, so we can consider them as zero order reactions. Okay, now let us look at first order reaction. So first order reaction എന്തായിരിക്കും? Concentration term should be raised to 1. അല്ലെ, 1 മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സെയിം ആസ് എഴുതിയാണ് അല്ലെ. സോ പവർ റേസ് ടു എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു കേസിൽ ഞാൻ പറഞ്ഞിരുന്നു, യു വിൽ ഗെറ്റ് എ ലീനിയർ റിലേഷൻ അല്ലെ, റേറ്റും കോൺസെൻട്രേഷൻ തമ്മിൽ യു വിൽ ഗെറ്റ് എ ലീനിയർ റിലേഷൻ. കാരണം എന്താ? ബേസിക്കലി റേറ്റ് ഈസ് ബിക്കമിങ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ അല്ലെ. ഇപ്പൊ റേറ്റ് കൂടുന്നതിനനുസരിച്ച് അല്ല, കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടിപ്പോകും. ഓക്കെ, സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ റിയാക്ഷൻ റേറ്റ് ഇസ് ലീനിയർലി ഡിപെൻഡന്റ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓൺലി വൺ റിയാക്ടന്റ്. ഓക്കെ, സോ റേറ്റ് വേരീസ് ബേസ്ഡ് ഓൺ ദ ചേഞ്ചസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓൺലി വൺ റിയാക്ടന്റ്. അതാണ് ബേസിക്കലി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ റേറ്റ് എക്സ്പ്രഷൻ എന്തായിരിക്കും? സോ മൈനസ് ആർ എ ഇസ് ഈക്വൽ ടു കെ എ. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ റേസ് ടു 1 ആണ് ബേസിക്കലി കെ എ. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പൊ ചില ഡിസോസിയേഷൻ ഒരു മോളിക്യൂളിന്റെ മുകളിൽ മാത്രം റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നു, ഒരു മോളിക്യൂളിന്റെ കോൺസെൻട്രേഷന്റെ മുകളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡിസോസിയേഷൻ ഓഫ് ഇതെന്താണ്? H2o2 is called as hydrogen peroxide. So hydrogen peroxide dissociation reaction നോക്കിയാൽ you will get 2 molecules of hydrogen peroxide giving 2 molecules of water plus 1 molecule of oxygen. So ഇവിടെ the reaction rate is only dependent upon the concentration of hydrogen peroxide. Okay, so hydrogen peroxide concentration മാറുന്നതിനനുസരിച്ച് reaction rate മാറും. Okay, so it becomes a first order reaction. Okay. Now, second order reaction. Second order reaction എന്തായിരിക്കും? It is a case where the stoichiometry, where the concentration terms must be raised to, or the sum must be 2. For example, the reaction in which the sum of powers in the rate law of the chemical reaction is equal to 2. അതാണ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ അതെങ്ങനെയായിരിക്കാം? ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ഇത് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് ആണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കോമ്പൗണ്ട് അല്ലെ ഒരു റിയാക്ടന്റ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് അത് എപ്പോഴും ഫസ്റ്റ് ഓർഡർ ആവണം എന്നില്ല. ഓക്കെ, ദർ ക്യാൻ ബി ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് ദ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ക്യാൻ എഫക്ട് ദ റേറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ട് വി ഹാവ് ഫൗണ്ട് ഔട്ട് ദാറ്റ് എ എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് മാത്രമേ ഉള്ളൂ, ബട്ട് ദ വേ ഇൻ വിച്ച് ഇറ്റ് എഫക്ട്സ് ദ റിയാക്ടന്റ് ഈസ് ഇൻ ടേംസ് ഓഫ് സ്ക്വയർ. കോൺസെൻട്രേഷന്റെ സ്ക്വയർ ടേമുമായിട്ടാണ് ആറിന് പ്രൊപ്പോർഷണാലിറ്റി വരുന്നതെങ്കിൽ, ആർ ഇസ് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആണെങ്കിൽ, എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ച അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് മൈനസ് ആർ എ ഇസ് ഈക്വൽ ടു കെ എ സ്ക്വയർ എന്ന് എഴുതാം. Okay, or if we have another reaction, say A plus B gives C, and രണ്ട് റിയാക്ടൻസിനും പ്രൊപ്പോർഷണാലിറ്റി വരുന്നത് മൈനസ് ആർ എ ഈസ് പ്രൊപ്പോർഷണൽ ടു എ എന്നും, ഫസ്റ്റ് ഓർഡർ ഇൻ ടേംസ് ഓഫ്, നൗ ദിസ് ഇസ് വാട്ട് ഫസ്റ്റ് ഓർഡർ ഇൻ ടേംസ് ഓഫ് എ, ആൻഡ് മൈനസ് ഈ പ്രൊപ്പോർഷണൽ ടു ബി, ഫസ്റ്റ് ഓർഡർ ഇൻ ടേംസ് ഓഫ് ബി. ഞാൻ പറഞ്ഞിരുന്നു പർട്ടിക്കുലർ ടേമിന് ഓരോ സ്പീഷി ഓഫ് റിയാക്ടന്റിന് ഓർഡർ ഉണ്ട്, ഓവറോൾ ഓർഡർ ഉണ്ട്. ഓക്കെ,
So first reaction is first order in terms of A and first order in terms of B. So ഇവിടെ എന്താ 1 ആണ്. 1 plus 1 you will get 2. Total order becomes 2. Okay, in that case rate expression എന്തായിരിക്കും? R is equal to minus rate R is equal to K AB എന്ന് വരും. Okay, so ഇത് 1 plus 1 2 ആവുന്ന കേസാണ്. Okay, so some of the simple examples എന്ന് പറയുന്നത് carbon plus oxygen giving carbon monoxide plus ഇത് unbalanced ആണ്. Okay, anyway, so carbon monoxide formation ഒരു second order reaction. Okay, saponification reaction, soap ഒക്കെ ഉണ്ടാവുന്ന sodium hydroxide പിന്നെ ഓയിലും തമ്മിലുള്ള റിയാക്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇതിൽ പ്രത്യേകമായിട്ട് അറിയേണ്ട ഒരു ടൈപ്പ് ഉണ്ട് വിച്ച് ഈസ് എ സൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സോ സൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് സൂഡോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് റിയലി വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, അതായത് ഒന്നായി തോന്നിപ്പിക്കുമെങ്കിലും അതല്ല, അതാണ് സൂഡോ എന്ന് പറയുന്നത്. സൂഡോ നെയിം എന്നൊക്കെ നമ്മൾ പറയാറില്ല. സോ സൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? എ റിയാക്ഷൻ that appears to be first order but it is actually of second order. Okay, ഒരു റിയാക്ഷൻ അതിന്റെ സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് തോന്നും അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. അല്ലാതെ രണ്ട് റിയാക്ടൻസ് ഉണ്ട്, പക്ഷെ ബിക്കോസ് ഓഫ് certain കണ്ടീഷൻസ് ഇറ്റ് ഈസ് ആക്ടിങ് ലൈക്ക് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് റിയാക്ഷൻ ഉണ്ട്, A plus B gives C. Okay, so it is a bimolecular reaction. Two molecules are reacting and it can be made to behave like a first order reaction. എങ്ങനെ സാധിക്കും നമുക്ക് നോക്കാം. അതിന്റെ ബെസ്റ്റ് വേ ഈസ് ടു make one reactant very high in concentration. Okay, when one reactant has a very high concentration in comparison with the other reactant, what will happen? Say ഇവിടെ A യുടെ concentration വളരെ high value ആക്കി വെച്ചു നമ്മൾ. Okay, so B എത്ര റിയാക്ട് ചെയ്ത് പോയാലും A അത്ര അധികം ഉണ്ട്. So A in the concentration will ineffectively have no effect on the rate of the reaction. It's like when one compound or one reactant is present in excess amount, its effect on the rate of reaction, the concentration, the effect will be very less. So a pseudo first order reaction is formed when one reactant is present in excess, very high concentration than compared to another reactant. Okay, so അപ്പം ഒരു ടേം എന്താവും, ഇപ്പം B യുടെ കോൺസെൻട്രേഷൻ ആണ് വളരെ ഹൈ എങ്കിൽ, ഇവിടെ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷനിൽ B യുടെ കോൺസെൻട്രേഷൻ ആണ് വളരെ ഹൈ വാല്യൂ ആണെങ്കിൽ, വിത്ത് റെസ്പെക്ട് ടു B the reaction will become zero order. അത്ര അധികം B ഉള്ളതുകൊണ്ട് അതിന്റെ കോൺസെൻട്രേഷനിൽ നെഗ്ലിജിബിൾ ചേഞ്ച് വരും. ആ ചേഞ്ച് റിയാക്ഷൻ റേറ്റിനെ ബാധിക്കില്ല. ആൻഡ് ഇറ്റ് ബിക്കംസ് fully dependent on the concentration of A. കുറഞ്ഞിരിക്കുന്ന റിയാക്ടന്റിന്റെ മുകളിൽ റിയാക്ഷന്റെ റേറ്റ് ഫുള്ളി ഡിപെൻഡന്റ് ആവും. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് റിയാക്ഷൻ ഇസ് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു A ആൻഡ് സീറോ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു B. സോ നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതും? മൈനസ് R ഇസ് ഈക്വൽ ടു K A റേസ് ടു 1 B റേസ് ടു 0 എന്ന് എഴുതും. ഓക്കെ, സോ ഇതിനെയാണ് സൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ പല ഹൈഡ്രോളിസിസ് റിയാക്ഷൻസും ഉണ്ട്. ഓക്കെ, വാട്ടർ വെച്ചിട്ട് നമ്മൾ പല കോമ്പൗണ്ട്സിനെയും സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് hydrolysis reaction with water ആണ് basically. Okay, so when there is excess water present, so then what will happen? The concentration of water will have negligible impact on the rate of the reaction, and that time we can call it as a pseudo first order reaction. Okay, so our case in continuation, let me just finish with this. In continuation with the same topic, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് limiting reactant and excess reactant. Okay, so what is a limiting reactant and what is a excess reactant? പേര് തന്നെ നമുക്കറിയാം ലിമിറ്റഡ് എഡിഷൻ, 1D ലിമിറ്റഡ് എഡിഷൻ മോഡൽ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. So limited is something that is available in less quantity or in limited quantity. So നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞിരുന്നു A plus B gives C എന്ന് അല്ലെ. അതിൽ നമ്മൾ പറഞ്ഞു B is in excess and A is in low quantity അല്ലെ.
അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ബിയെ സംബന്ധിക്കോളം റിയാക്ഷൻ സീറോ ഓർഡർ ആവുമെന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഹിയർ ബി ഈസ് അവൈലബിൾ ഇൻ എക്സസ്. ഓക്കെ, എ ഈസ് അവൈലബിൾ ഇൻ ലോ ക്വാണ്ടിറ്റി. സോ ഈ ലോ ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആയിരിക്കുന്ന റിയാക്ടന്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയാക്ടന്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ് ഇൻ റിയാക്ഷൻ എന്ന് പറയുക. ഓക്കെ, സോ ഇവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും? ലോ കോൺസെൻട്രേഷനുള്ള എ ഫുള്ളി റിയാക്ട് ചെയ്ത് പോകും. B will be remaining because it is available in high concentration. So limiting reagent is the one which is available in less quantity, and limiting reagent will be totally consumed during the reaction. കാരണം അത് കുറവാണുള്ളത്, മൊത്തമായി റിയാക്ട് ചെയ്ത് പോകും. മൊത്തമായി റിയാക്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ പിന്നെ ബി മാത്രം ബാക്കിയാവും, പിന്നെ റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, സോ ദ എമൗണ്ട് പ്രൊഡക്റ്റ് ഫോർമേഷൻ എന്ത് നടക്കും? റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും ഏത് കഴിയുമ്പോൾ. സോ പ്രൊഡക്റ്റ് ഫോർമേഷൻ ഇസ് ലിമിറ്റഡ് ബൈ ദിസ് reagent. Okay, so reaction cannot continue further. And next is excess reagent. Excess reagent എന്താണ്? നേരെ ഇതിന്റെ ഓപ്പോസിറ്റ്. In this case നമ്മൾ പറഞ്ഞ പോലെ B is available in excess quantity. ഓക്കെ, അങ്ങനെ ലാർജ് ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആയിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സസ് റിയേജന്റ് എന്ന് പറയുക. ഇറ്റ് മേ നോട്ട് ബി ടോട്ടലി കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഈ റിയേജന്റ് കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ആവില്ല. ഓക്കെ, ബിക്കോസ് ലിമിറ്റിംഗ് റിയേജന്റ് ആണ് ആദ്യം കൺസ്യൂം ആയിട്ട് തീർന്നു പോവുക. then the reaction will stop there. Okay, so today we have discussed about some of the very basics. എന്താണ് റിയാക്ഷൻ, ടൈപ്സ് ഓഫ് റിയാക്ഷൻ, റേറ്റ് എന്താണ്, ഓർഡർ എന്താണ്, മോളിക്കുലാരിറ്റി എന്താണ്, ആക്ടിവേഷൻ എനർജി എന്താണ്, ഹീറ്റ് ഓഫ് റിയാക്ഷൻ, ലിമിറ്റിംഗ് റിയേജന്റ്, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് സൈഡിലുള്ളവർ ഇത് പ്രത്യേകിച്ച് ഒന്ന് നോക്കുക. കാരണം ഹിയർ ആഫ്റ്റർ വിൽ ബി ഡിസ്കസിങ് ലിറ്റിൽ മോർ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.